ഹലോ മക്കളെ, നമ്മുടെ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് തീരെ കുറവാണെങ്കിലും അതിൽ നിന്ന് രണ്ട് പ്രധാനപ്പെട്ട ഏരിയകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ജനറലി. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് തന്നെയാണ്, ദാറ്റ് ഈസ് ടാക്സോണമിക്കൽ ഹയറാർക്കി. ടാക്സോണമിക്കൽ ഹയറാർക്കി ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ കൂടി കിട്ടത്തില്ല. അത്ര പ്രാവശ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ടാക്സോണമിക്കൽ ഹയറാർക്കി. ഈവൻ നീറ്റ് എൻട്രൻസിന് പോലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ടാക്സോണമിക്കൽ ഹയറാർക്കി എന്ന് പറയുന്നത്. സോ എന്താണ് ടാക്സോണമിക്കൽ ഹയറാർക്കി? നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു നമ്മൾ എർത്തിനെ നമ്മൾ എടുക്കാം. എർത്ത് കാണപ്പെടുന്നത് മിൽക്കി വേയിലാണ്. മിൽക്കി വേയിൽ തന്നെ സോളാർ സിസ്റ്റത്തിനകത്താണ് എർത്ത് കാണപ്പെടുന്നത്, അല്ലേ? സോ സോളാർ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ എർത്ത് നമുക്ക് കാണാം. ആ എർത്തിനകത്ത് നമ്മൾ എവിടെ ഇരിക്കുന്നത്? എർത്തിൽ തന്നെ ഏഷ്യയിലേക്ക് വരണം. ഏഷ്യയിൽ തന്നെ നമ്മൾ ഇന്ത്യയിലേക്ക് വരണം. ഇന്ത്യയിൽ നമ്മൾ കേരളത്തിലേക്ക് വരണം. കേരളത്തിൽ ഞാനിപ്പോൾ ഉള്ളത് കാലിക്കറ്റാണ്. സോ കാലിക്കറ്റിലേക്ക് വരണം. അപ്പോൾ നമ്മളൊരു വലുതിൽ നിന്ന് ചെറുതിലേക്ക് എത്തി, അല്ലേ? ഇതേപോലെ നമ്മൾ ഈ അനിമൽ വേൾഡിൽ എവിടെയാ വരുന്നതെന്ന് അറിയാമോ? പറഞ്ഞുതരാം. അനിമൽ വേൾഡിൽ നമ്മൾ വരുന്നത് അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ആ കിങ്ഡത്തിനകത്ത് ഒരു ഫൈലത്തിനകത്താണ്. അതിൻ്റെ ഒരു ചെറിയ ഗ്രൂപ്പാണ് ഫൈലം എന്ന് പറയുന്നത്. സോ അനിമൽ കിങ്ഡം എന്ന് പറയുന്ന വലിയ ഗ്രൂപ്പിനെ നമ്മൾ വീണ്ടും പല ഫൈലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഫൈലംസിനെ പിന്നെ നമ്മൾ ഒരുപാട് ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ആ ക്ലാസ്സുകളെ പിന്നീട് നമ്മൾ കുറേ ഓർഡറുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഇങ്ങനെ ഒരു വലിയ കിങ്ഡത്തിനെ ഡിവൈഡ് ചെയ്ത് ഏറ്റവും അവസാനം നമ്മളെന്ന് പറയുന്ന സ്പീഷീസിലേക്ക് വന്നെത്തുന്ന ഒരു ലെവൽ ഓഫ് അറേഞ്ച്മെന്റ് ഉണ്ട്. ഇതിനെയാണ് ടാക്സോണമിക്കൽ ഹയറാർക്കി എന്ന് വിളിക്കുന്നത്. സോ ഏതൊക്കെയാണ് ഈ അറേഞ്ച്മെന്റ്സ്? ആരൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ലെവലുകൾ? ഇപ്പം നമ്മൾ പഞ്ചായത്തുകൾ ചേരുമ്പോൾ ഡിസ്ട്രിക്റ്റുകൾ ചേരുമ്പോൾ സ്റ്റേറ്റുകൾ ചേരുമ്പോൾ രാജ്യങ്ങൾ ചേരുമ്പോൾ കോണ്ടിനെന്റുകൾ ചേരുമ്പോൾ ഭൂമി എന്നൊക്കെ പറയുന്നത് പോലെ ചെറിയ ചെറിയ സാധനങ്ങൾ ചേർത്ത് നമ്മൾ വലിയ ഗ്രൂപ്പുകളാക്കി മാറ്റും. ഈ ഗ്രൂപ്പുകളുടെ കൃത്യമായ അറേഞ്ച്മെന്റിനെയാണ് ടാക്സോണമിക്കൽ ഹയറാർക്കി എന്ന് വിളിക്കുന്നത്. സോ ഏറ്റവും ചെറിയ ലെവൽ എന്ന് പറയുന്ന സ്പീഷീസുകളാണ്. ഈ സ്പീഷീസുകൾ കൂടിച്ചേർന്നിട്ടാണ് നമ്മൾ ജീനസ് എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തുന്നത്. ഓക്കെ, ജീനസുകൾ ചേർന്നാണ് ഫാമിലി ഉണ്ടാകുന്നത്. ഫാമിലികൾ ചേർന്നാണ് ഓർഡറുകൾ ഉണ്ടാകുന്നത്. ഓർഡറുകൾ ചേർന്നിട്ടാണ് ക്ലാസ് ഉണ്ടാകുന്നത്. ക്ലാസുകൾ ചേർന്നിട്ടാണ് ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ ഉണ്ടാകുന്നത്. ഇതിൽ ഫൈലം എന്നത് അനിമൽസിന് വേണ്ടിയിട്ടും ഡിവിഷൻ എന്നത് പ്ലാന്റ്സിന് വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. ഫൈലംസ് ഓർ ഡിവിഷൻസ് ചേർന്നിട്ടാണ് കിങ്ഡം ഉണ്ടാകുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ടാക്സോണമിക്കൽ ഹയറാർക്കി വരുന്നത്. സ്പീഷീസുകൾ കൂടിച്ചേർന്ന് ജീനസുകൾ കൂടിച്ചേർന്ന് ഫാമിലികൾ കൂടിച്ചേർന്ന് ഓർഡറുകൾ കൂടിച്ചേർന്ന് ക്ലാസ്സുകൾ കൂടിച്ചേർന്ന് ഫൈലം ഓർ ഡിവിഷൻ, അത് കൂടിച്ചേർന്ന് നമ്മുടെ കിങ്ഡം. സോ ഈ ടാക്സോണമിക്കൽ ഹയറാർക്കി പഠിക്കാൻ ഒരു കോഡും കൂടി ഞാൻ പറഞ്ഞുതരാം. KPC ഓഫ് GS. K എന്ന് വെച്ചാൽ കിങ്ഡം, P എന്ന് വെച്ചാൽ ഫൈലം ഓർ ഡിവിഷൻ, C എന്ന് വെച്ചാൽ ക്ലാസ്, OF ഓർഡറും ഫാമിലിയും, GS ജീനസും സ്പീഷീസും. ഇതിലെ ഓരോ ലെവലുകളെയും നമ്മൾ ടാക്സ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഏറ്റവും വലിയ ടാക്സ കിങ്ഡം, ഏറ്റവും ലോവർ ടാക്സ സ്പീഷീസുമാണ്. ഓരോ ലെവലുകൾ അല്ലെങ്കിൽ ഓരോ റാങ്കുകളെയുമാണ് ടാക്സകൾ എന്ന് വിളിക്കുന്നത്. സോ ഈ ടോപ്പിക് ഇനി നിങ്ങൾക്ക് പ്രശ്നമേ അല്ല, നിങ്ങൾ ചോദിച്ചാൽ ക്ലിയർ ആയിട്ട് എഴുതുകയും ചെയ്യും. ഇതിൽ ആരോ മാർക്ക് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് നമ്മൾ ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നത്. അതിനെയാണ് അസെൻഡിങ് ഓർഡർ എന്ന് വിളിക്കുന്നത്. പരീക്ഷയ്ക്ക് 99% അസെൻഡിങ് ഓർഡർ ആയിരിക്കും ചോദിക്കുക. പക്ഷേ അഥവാ ഡിസെൻഡിങ് ഓർഡർ ചോദിച്ചാൽ ആരോ മാർക്ക് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. വലുതിൽ നിന്ന് ചെറുതിലേക്ക് ആരോ മാർക്ക് കൊടുത്താൽ മതി. അപ്പോൾ അസെൻഡിങ് ഓർഡർ ആയിരിക്കും ചോദിക്കാൻ സാധ്യത കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആരോ മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി തെറ്റിക്കില്ലല്ലോ. അപ്പൊ ഈ ചോദ്യത്തിന്റെ മാർക്ക് നമ്മൾ ഇങ്ങ് എടുത്തു. ഓക്കെ. അപ്പൊ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.